ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരണ്യ വിഷമിച്ചിരിക്കുന്ന കാണുമ്പോൾ അവളുടെ അമ്മ അവളോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മോളെ, നീ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നു? അലീന ചേച്ചി ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അലീന ചേച്ചി ഇപ്പോ എന്താ ചെയ്തത്? അല്ല, പോയിട്ട് എത്ര ദിവസമായി? എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ. അത് ചിലപ്പോ ചേച്ചിക്ക് അവിടെ പിടിപ്പതും പണിയുണ്ടാവും, ഒഴിവ് കിട്ടിക്കാണില്ല. എന്നാലും നമ്മളൊക്കെ മറന്നു കാണില്ലേ? കിടക്കാൻ നേരത്തെങ്കിലും ഒന്ന് വിളിച്ചൂടെ? നീ സങ്കടപ്പെടേണ്ട, അല്ല ചേച്ചി നിന്നെ വിളിക്കും. ഒന്ന് ഫ്രീ ആവട്ടെ എന്ന് കരുതിയായിരിക്കാം നിന്നെ വിളിക്കാത്തത്. അങ്ങനെ പരിഭവം പറഞ്ഞ് ശരണ നിൽക്കുമ്പോഴാണ് ഫോൺ റിങ് ചെയ്തത്. ദേ അമ്മേ, അലീന ചേച്ചിയെ വിളിക്കുന്നത്. 100 ആയുസ. ഹലോ അലീന ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ശരണ ഫോൺ കാതോട് ചേർക്കുന്നുണ്ട്. അയ്യടി മോളെ, എന്തെടുക്കുക? അലീന ചേച്ചിയെ കുറിച്ച് ഇപ്പതേ അമ്മയോട് പറഞ്ഞിട്ടേ ഉള്ളൂ. ആ, എന്റെ കുറ്റം പറയാണല്ലേ പണി? അല്ല പിന്നെ എങ്ങനെ പറയാതിരിക്കും? ചേച്ചി പോയിട്ട് എത്ര ദിവസമായി? ഒരിക്കൽ പോലും ഇങ്ങോട്ട് വിളിച്ചില്ലല്ലോ. എന്നെ മറന്നു കാണും. അതേ മോളെ, ഇവളിപ്പോ പറയായിരുന്നു അലീന ചേച്ചി എന്നെ മറന്നുവെന്ന്. അങ്ങനെ മറക്കാൻ പറ്റുമോ പൂച്ചിക്കുട്ടി? എനിക്ക് നിന്നെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഓരോ തിരക്ക്, അതുകൊണ്ടാ വിളിക്കാഞ്ഞത്. അല്ല അലീന ചേച്ചി എവിടെയാണ്? എവിടെയുള്ള വീട്ടിലാണ്? അത് പിന്നെ എന്താ ചേച്ചി എന്താ പറയാത്തത്? കുളത്തുപോയിലെ ഒരു ബംഗ്ലാവിലാണ് ഞാന്. അതെ, ആരുടെ വീടാ? അങ്ങനെ അതൊക്കെ വലിയ കഥയാണ് മോളെ. പതിയെ ഞാൻ നിന്നോട് എല്ലാം പറഞ്ഞാളാം. ആ, അലീന ചേച്ചിക്ക് അവിടെ എന്താ ജോലി? ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ജോലിയില്ല. എന്നിട്ടാണോ എന്നെ വിളിക്കാതിരുന്നത്? ജോലിയില്ല, എന്നാലും എനിക്ക് ബിസി ആയിരുന്നു മോളെ. അതുകൊണ്ടാ. ഈ തോട്ടം മുഴുവൻ കാണേണ്ടേ? ഇവിടുത്തെ വല്യപ്പച്ചനെയും അച്ഛനെയും എല്ലാരെയും എനിക്ക് പരിചയപ്പെടേണ്ടേ? വലിയ വീടാണോ? അതെ, ഇവിടെ കൂട്ടുകാരായിട്ട് ഒരുപാട് നായ്ക്കളുണ്ട്. അങ്ങനെ അലീന അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയാട്ടോ. മോളെ, നന്നായിട്ട് പഠിക്കണം, എന്നിട്ട് റാങ്ക് വാങ്ങണം, എന്നിട്ട് വേണം നീ ഒരു ഡോക്ടറായിട്ട് കാണണം. എനിക്ക് അലീന ചേച്ചിക്ക് വേണ്ടി നീ പഠിക്കില്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ട് ചേച്ചി. അങ്ങനെ ശരണ്യ അതും പറഞ്ഞ് കുറെ സംസാരിച്ചിട്ട് ആ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അലീനയുടെ കോള് വന്നതിന് ശേഷം ശരണ്യക്ക് ശരിക്കും സമാധാനമാകുന്നത്. അവളുടെ അമ്മ ആ ഫോൺ വാങ്ങിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് ശരണ ബുക്കെടുത്ത് പഠിക്കാൻ നിൽക്കാണ്. അലീനക്കരികിൽ വന്ന് ഔദിക്കുട്ടിച്ചൻ ചോദിക്കുന്നുണ്ട്, ആരാ മോളെ? ആരോടാ നീ കൊഞ്ചിക്കൊഴി സംസാരിക്കുന്നത്? വല്യപ്പച്ചൻ എന്റെ സംസാരം ഒളിഞ്ഞിരുന്ന് കേൾക്കണോ? ഏയ്, അതൊന്നുമല്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നീ പൂച്ചക്കുട്ടിയെന്നോ എന്തൊക്കെയോ പറഞ്ഞ് സംസാരിക്കുന്നത് കേട്ടേ. അതെ, പാലയിലുള്ള ഒരു പെൺകുട്ടിയാണ്. പൂച്ചക്കുട്ടിയെ പോലെയാണ് അവള്. അവളെ വിളിച്ചതാണ്. ആ, പരിചയക്കാരിയാണോ? അതേനേ, അവള് പഠിക്കുന്നുണ്ട്, ഡോക്ടറാവും അവള്. ഞാൻ ചെല്ലുമ്പോഴേക്കും പഠിച്ച് ഡോക്ടർ ആവണമെന്ന് ഞാൻ അവളടുത്ത് പറയായിരുന്നു. ആ, നിനക്കങ്ങനെ എല്ലാവരെയും കയ്യിലെടുക്കാനുള്ള ഒരു മന്ത്രം അറിയാലേ? ആ ലാലിച്ചന് എങ്ങനെ ഇരുന്ന പയ്യനാ, അവനെ നീ കുപ്പിയിലാക്കിയില്ലേ? ഇപ്പോ അവൻ ഓരോ കാര്യങ്ങളും നീ പറഞ്ഞ പോലെയാ ചെയ്യുന്നത്. എല്ലാവരോടും എതിർത്ത് പറഞ്ഞ ലാലിച്ചനിപ്പോ നിന്റെ മുമ്പിൽ മുട്ടുമുത്തുന്നുണ്ട്. അതൊരു മാറ്റം വേണ്ടേ വല്യപ്പച്ച? ഇവിടെ നടക്കുന്ന ഒന്നും ശരിയല്ല. ഇവിടെ 2-3 ആൾക്ക് കഴിക്കാൻ എത്ര പോരെ ഭക്ഷണമാ വേസ്റ്റാക്കി കളയുന്നത്? അത്രയും അതിൻ്റെ ആവശ്യമുണ്ടോ? പോർക്കൊണ്ട് 1-2 എടുത്ത് കഴിക്കും, എന്നിട്ട് അതെല്ലാം വേസ്റ്റാക്കും. ഇതിനൊന്നും ആവശ്യമില്ലല്ലോ. പാകത്തിന് പാചകം ചെയ്താൽ പോലെ. എന്തിങ്ങനെ വേസ്റ്റായി കളയാൻ പറ്റുമോ? ഇത്രയൊന്നും കിട്ടാതെ അലഞ്ഞു തിരി നടക്കുന്ന എത്രയോ അനാഥ കുട്ടികളുണ്ട്. ഓ, എവിടെ എന്നാലും ഈ അനാഥരുടെ കുറിച്ച് മാത്രമേ നിനക്ക് പറയാനുള്ളൂ എന്ന് വല്യപ്പച്ചനും ചോദിക്കാം. അതെന്താ, ഞാൻ അനാഥയായിരുന്നല്ലോ. 22 വർഷക്കാലം ഞാനൊരു അനാഥ തന്നെയായിരുന്നു. ഓ, നിന്നോട് വാദിക്കാൻ ഞാനില്ല. ഇതൊന്നും ലാലിച്ചന്റെ മുമ്പിൽ വെച്ച് നീ പറയല്ലേ. അവൻക്കതൊന്നും കേൾക്കുന്നത് ഇഷ്ടമാവില്ല. അങ്ങനെ അലീനയാണെങ്കിലോ അങ്ങ് പോവാട്ടോ. പിന്നെ ബബിതയെയും രോഹിത്തിനെയും കൃഷ്ണമോളെയും എല്ലാവരെയും വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് അവര് ഒരു വിശേഷം പറയാണ്. അതെ, പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാവർക്കും ജാമ്യം കിട്ടിയല്ലോ. ആ കൂട്ടത്തില് ഹരിശങ്കറിനും ജാമ്യം കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോ അലീനക്ക് ആ പേര് കേട്ടപ്പോ തന്നെ അലീനയുടെ മുഖം അങ്ങ് മാറട്ടോ. മോളെ, അവനെ ആ വീട്ടിലേക്ക് അടുപ്പിക്കരുത്. അവനത്ര നല്ലവനൊന്നുമല്ല. ബബിതയും നീ സൂക്ഷിക്കണം. ഈ വീട്ടിലേക്ക് വരില്ല ചേച്ചി. അതിനെ അച്ഛൻ ഒരിക്കലും സമ്മതിക്കില്ല. ആ, ആര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്തായാലും നിങ്ങൾ കൊളുത്തുപോയിൽ പോകുന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളത് ഇതിനൊന്ന്
ഒന്ന് സൂക്ഷിക്കണേ മക്കളെ എന്ന് പറഞ്ഞ് ബബിതയോടും കൃഷ്ണമോളോടും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരിശങ്കറിനെ ശിവശങ്കരനും രാജീവ് മേനോനും കൂടി ചേർന്ന് ഹരിശങ്കറിനെ ജാമ്യത്തിൽ ഇറക്കണം. അങ്ങനെ ഹരിശങ്കർ വീട്ടിലേക്ക് വരുമ്പോ കമല അവന്റെ അരികിലേക്ക് വരുന്നുണ്ട്. എന്റെ മോനെ അങ്ങ് ക്ഷീണിച്ചു പോയി, ജയിലല്ലേ, നേരെ വണ്ണം തിന്നാനോ കുടിക്കാനോ കിട്ടാതെ. മോനെ ഇവരോടൊക്കെ എത്ര ഞാൻ പറഞ്ഞെന്നറിയാമോ, നിന്നെ രക്ഷിക്കാൻ മാത്രം ഇവർക്ക് അലീനയോട് പറയാൻ മടി. അലീന എന്തൊക്കെയോ പറഞ്ഞ് വശത്താക്കി. ആ ശരണ്യയെ കൊണ്ടാണ് രോഹിതിനോടുള്ള മൊഴി മാറ്റിട്ട് പറഞ്ഞത്. കമലെ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, അവന് ജയിലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, അവൻക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക്. അങ്ങനെ ഹരിശങ്കർ തന്റെ റൂമിലേക്ക് പോവാണ്. തന്റെ റൂം പഴയതുപോലെ തന്നെ. അവൻ പല കാര്യങ്ങളും സൂക്ഷിച്ചു വെച്ചതെല്ലാം അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പോലീസുകാർ വന്ന് റെയ്ഡ് നടത്തിയെങ്കിലും താൻ സൂക്ഷിച്ചു വെച്ചതൊന്നും അവർക്ക് കയ്യിൽ പെട്ടിട്ടില്ലെന്ന് അവൻ മനസ്സിലാവാണ്. അവനിങ്ങനെ ചെവിയിൽ നുള്ളിക്കൊണ്ട് എന്തോ ഗൂഢലക്ഷ്യത്തോടു കൂടെ ഒരു പുച്ഛഭാവത്തിൽ അവൻ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് കമല വന്ന് ഡോർ തട്ടുന്നത്. മോനെ നീ കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഹരിശങ്കർ അമ്മേ ഇവിടെ ഞാൻ പോയപ്പോ ആർക്കെങ്കിലും സങ്കടം ഉണ്ടായിരുന്നോ? ആർക്ക് സങ്കടം? നിന്റെ അച്ഛനോ നിന്റെ ഏട്ടന് പോലും സങ്കടം ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് ഞാൻ മാത്രം ഉരുകി തീർന്നത്. ഇപ്പൊ എങ്ങനെ എനിക്ക് ജാമ്യം കിട്ടിയത്? ആ മറ്റവള് എന്നെ കുറിച്ച് ഇല്ലാത്ത കേസുകളൊക്കെ കൊടുത്തതല്ലേ എന്നെ ഇത്രയും കാലം ജയിലിൽ പിടിച്ചിട്ടത്. അതെ, അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇപ്പോ അവർ കേസ് പിൻവലിച്ചോ, എന്തൊക്കെ മറിമായം നടന്നിട്ടുണ്ട്. അതുകൊണ്ടല്ല നിനക്ക് ജാമ്യം കിട്ടിയത്. പക്ഷെ ഇവിടെ ആർക്കും ഒരു കൂട്ടുണ്ടായിരുന്നില്ല നിന്നെ പുറത്തിറക്കണമെന്ന്. എനിക്കറിയാം അമ്മേ, ആരൊക്കെയാ എനിക്കെതിരെ കളിച്ചതെന്നും എല്ലാം. രോഹിത്തിനെ ഞാൻ കാണുന്നുണ്ട്. അവൻ അത്ര മാന്യനായിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. അതെ, അവൻക്കിപ്പോ അലീന ചേച്ചിയെ മതി. അലീന എന്ന് വെച്ചാൽ അവൻക്ക് ഇപ്പോ എന്തെന്നറിയോ, അവളും അവനെ മയക്കി വെച്ചിരിക്കാണ്. എല്ലാത്തിനും ഞാൻ കണക്ക് പറയുന്നുണ്ട് മോനെ, ഇനി സൂക്ഷിച്ചു വേണം. ഇതുപോലെയുള്ള ചതികളൊന്നും നീ പെട്ടുപോകരുത്. അങ്ങനെ കമല അവനെയും കൂട്ടി ഹാളിലേക്ക് വന്ന് ഭക്ഷണം കൊടുക്കാട്ടോ. അതിനുശേഷം ഹരിശങ്കർ ബൈക്കിന്റെ കീ എടുത്ത് പുറത്തേക്ക് പോകുമ്പോ ശിവശങ്കരൻ ചോദിക്കും, അല്ല നീ ഇതെവിടെ പോകുന്നത്? നാട്ടുകാർ നിന്നെ കാണേണ്ട, തല്ലി ഓടിക്കും. രോഹിത്തിന്റെ ആദ്യ അനുഭവം നിനക്ക് മനസ്സിലാവാണ്ടാണ്. അങ്ങനെ അവന്മാരിങ്ങോട്ട് വന്നാ മതി. എന്റെ കൈ എന്താ, ഞാൻ മണ്ണ് പറിക്കാൻ പോയതാണോ? എന്തായാലും എന്നെ കാണിച്ചാൽ ഞാൻ തിരിച്ചടിക്കും. മോനെ നീ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, നീ ഇപ്പോ ഒരു പ്രശ്നത്തിന് വേണ്ട. ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടേ പോകുന്നുള്ളൂ, എന്നെ ആരും തിരിച്ചറിയാൻ പോകുന്നില്ല. അങ്ങനെ ഹരിശങ്കർ ഹെൽമെറ്റ് വെച്ച് തന്റെ ബൈക്ക് എടുത്തോണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരെ പോകുന്നത് അവന്റെ കൂട്ടാളികളുടെ അടുത്തേക്കാണ്. എടാ, അവളെ അങ്ങനെ വിട്ടാൽ മതിയോ? അവൾക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം. അതെ, നമ്മളെ ഇത്രയും നാണം കെടുത്തി മാനം കെടുത്തിയതാണ് അവള്. എത്ര ആളുകളുടെ മുമ്പിൽ ബലാസംഗ ഭീരന്മാരായതും നമ്മൾ എല്ലാവരുടെ മുമ്പിൽ നാണം കെട്ട് വീട്ടുകാരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കരുത് അവൾ ഒറ്റ ഒരുത്തിയ. അങ്ങനെ എത്ര പെണ്ണുങ്ങളെ കൂടെ നമ്മൾ കിടന്നിട്ടുണ്ട്, എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരുത്തി കേസ് കൊടുക്കാൻ ധൈര്യപ്പെട്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇവളാണെങ്കിലോ ഒരു പുഴുവിനെ പോലെ ഉള്ളൂ, കാൽ കാശിന് വകയില്ല. എന്നിട്ടും അവൾമാർ ചെയ്തതെന്താ? അവളെ വെറുതെ വിടാൻ പറ്റിയില്ല. നിന്റെ അലീന ചേച്ചി എന്ന ആ ഒരു പെണ്ണാണ് അവളെ അവിടെ പോയിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും മടിച്ച അവൾക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തത് അലീന എന്ന ആ പെണ്ണാണ്. എന്നിട്ടിപ്പോ അവൾ MBBS പഠിക്കാൻ, തുടർന്ന് പഠിക്കാൻ കോളേജിലും പോകുന്നുണ്ട്. ഒരു കൂസലുമില്ല. അവളെ അങ്ങ് പൊക്കണം. എന്തായാലും ആ അലീനയുടെ പേരിൽ തന്നെ അവളെ നമുക്ക് പൊക്കണം. ഹരി, ഇനി സൂക്ഷിച്ചിട്ട് വേണം കളികള്. നീ വന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അതെ, നമുക്ക് കാത്തിരിക്കാം എവിടെ വരെ പോകുമെന്ന്. അങ്ങനെ ശരണ്യയുടെ വീടിന്റെ മുമ്പിലൂടെ ഹരിശങ്കർ പോവാണ്. ആ സമയം ശരണ്യ പഴയതെല്ലാം മറന്ന് വളരെ ഉത്സാഹത്തോട് മുറ്റത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ അവനെ ബൈക്കിൽ നിന്ന് ഹെൽമെറ്റ് മാറ്റാതെ ഗ്ലാസ് മാറ്റിക്കൊണ്ട് അവളെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. പെണ്ണ് പഴയതിലും സുന്ദരിയായിരിക്കുന്നു. അലീനയുടെ സാമർത്ഥ്യം കൊണ്ടായിരിക്കാം ഇവളിങ്ങനെ മാറിയത്. ആ നോട്ടം മനസ്സിലാക്കിയ ശരണ്യ പേടിയോടെ അകത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. അപ്പോ ഹരിശങ്കർ ആണെങ്കിലോ ബൈക്ക് എടുത്തോണ്ട് പോകുന്നുണ്ട്. ശരണ്യക്ക് മാത്രം മനസ്സിലാവാൻ രൂപത്തിൽ അവന് ആ ഒരു ഹെൽമെറ്റ് മാറ്റുമ്പോൾ ശരണ്യ അവനെ കണ്ടതും ഭയത്തോടെ അകത്തേക്ക് ഓടിക്കയറുന്നു. കേട്ടോ, നിനക്ക് വെച്ചിട്ടുണ്ടടി മോളെ എന്നൊരർത്ഥത്തിൽ സ്വയം ചെവിയിൽ വലിച്ചുകൊണ്ട് തന്നെ ഹരിശങ്കർ ബൈക്ക് എടുത്തുകൊണ്ട് അവിടുന്ന് പോവാണ്. ശരണ്യ ഓടി വരുന്നത് കാണുമ്പോൾ അവളുടെ അമ്മ ചോദിക്കും, നീ എന്തിനാ ഭയന്നോടുന്നത്? അതെ, ഹരിശങ്കർ എവിടെ? അവനെവിടെ? അവനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഹരിശങ്കറൊക്കെ അവിടുന്ന് പോയി കാണും. എനിക്ക് പേടിയാവുന്നു അമ്മ. നീ പേടിക്കേണ്ട, അവനെന്നല്ല ആരും നിന്നെ തൊടാൻ പോകുന്നില്ല. അവനെ ഹെൽമെറ്റ് വെച്ചോണ്ട് അല്ലെങ്കിൽ ഈ നാട്ടുകാരനെ പിടിച്ച് അവൻ അടിച്ചേനെ.
അങ്ങനെ ശരണ്യ ആകെ ഭയന്ന് നിൽക്കാട്ടോ. ഈ വിവരം അലീന ചേച്ചിയോട് പറയണോ? വേണ്ട, ആ മനസ്സിൽ പോലും തീ കോരിടണ്ട, മറ്റതെല്ലാം മറന്ന് പഠിക്കാം. അവനെ ഇനി ഇങ്ങോട്ട് വരട്ടെ, അവനക്കുള്ളത് താൻ കൊടുത്തോളാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ശരണ്യ നിൽക്കാട്ടോ. അങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഹരിശങ്കറും കൂട്ടാളികളും അടങ്ങി നിൽക്കാണ്. പിന്നീട് അവര് തന്ത്രപണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരണ്യയെ എങ്ങനെയെങ്കിലും അവർക്ക് വശത്താക്കണം. ഒരു ദിവസം അവളെ പിച്ച് ചീന്തണം, എന്നിട്ട് അവളെ കൊലപ്പെടുത്തണം. അവൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല. താങ്കളാണ് അത് ചെയ്തതെന്ന് ആരും അറിയാൻ പാടില്ല. അതിനു വേണ്ടിയുള്ള പ്ലാനിങ് ഒരുക്കുകയായിരിക്കും അവർ. അങ്ങനെ ശരണ്യ കോളേജിലേക്ക് പോവാൻ ഇറങ്ങായിരിക്കും. ആ സമയത്താണ് അവളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. മോളെ, ശരണ്യല്ലേ? അതെ. ആരാ വിളിക്കുന്നത്? ഇതേ കുളത്തുപുഴയിൽ നിന്നോ? അതെ, അലീനയുടെ ഒരു നെയ്ബറാ വിളിക്കുന്നത്. സ്ത്രീയാണ് ശരണ്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അലീന ചേച്ചിയുടെ നെയ്ബറോ? എന്താ കാര്യം? അതെ, അലീന ചേച്ചി തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. ഒന്ന് കൂടെ വന്ന് നിൽക്കാൻ പറ്റുമോ? ആരുമില്ലാതെ ഒറ്റയ്ക്ക്. മോളുടെ നമ്പർ ആ ചേച്ചിയാ എനിക്ക് തന്നത്. അയ്യോ, അലീന ചേച്ചിക്ക് ഇത് എന്ത് പറ്റി? പേടിക്കാനൊന്നുമില്ല, നല്ല പനിയുണ്ട്. പക്ഷെ കൂടെ നിൽക്കാൻ ആരുമില്ല. എനിക്ക് മക്കൾ സ്കൂളിൽ വരുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചു പോണ്ടേ. മോളൊന്ന് വന്നിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ എവിടേക്കാ വരുന്നത്? ഏത് ഹോസ്പിറ്റലിലേക്കാണ്? മോളിപ്പോ എവിടെയാണുള്ളത്? അത് പറഞ്ഞാൽ മതി, ഞങ്ങൾ വണ്ടി അയക്കാം. അതാ അലീന ചേച്ചി പറഞ്ഞത്, മോൾക്ക് തനിയെ വരാം, ഭയമായിരിക്കുമെന്ന്. ശരി, ഞാൻ കോളേജിലേക്ക് പോവാൻ ഇറങ്ങിയതാ, പക്ഷെ ഇന്ന് കോളേജിൽ പോകുന്നില്ല. ചേച്ചിക്ക് ഇങ്ങനെ അത്യാവശ്യമാകുമ്പോ ഞാൻ എങ്ങനെ കോളേജിൽ പോവാ? അങ്ങനെയാണെങ്കിൽ നീ ജംഗ്ഷനിലോട്ട് വരാ, വാ. അവിടെ ഞങ്ങൾ നിനക്ക് വണ്ടി അയക്കാമെന്ന് അലീന ചേച്ചി പറഞ്ഞിട്ടുണ്ട്. എന്നാ ശരി. മറുത്തൊന്നും ചിന്തിക്കാതെ ശരണ്യ ഒരുപാട് ദൂരെയാണ്, കുളത്തുപുഴയിലാണ് അലീന എന്ന് പോലും ഓർക്കാതെ അലീന കൂടുതലൊന്നും അമ്മേ എന്ന് അവൾ വിളിക്കുന്നുണ്ട്. അമ്മയോട് കാര്യം പറഞ്ഞിട്ട് പോവാ എന്ന് കരുതിക്കൊണ്ട്. പക്ഷെ അമ്മ അവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല. അമ്മ വന്നിട്ട് പറയാം, അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയാം എന്ന് കരുതിക്കൊണ്ട് ശരണ്യ ആ ഫോൺ അവിടെ വെച്ചോണ്ട് തന്നെ ശരണ്യ പെട്ടെന്ന് പുറത്തേക്ക് പോവാട്ടോ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോൾ ഒരു വാൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ശരണ്യല്ലേ? അലീനയുടെ ബന്ധുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ശരണ്യ അവർ വന്ന് ചോദിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ആ വാനിൽ ഉണ്ടാവും. അങ്ങനെ അതെ, ഇതേ ഈ വാഹനത്തിൽ കയറാനാ പറഞ്ഞത്. അലീന ചേച്ചിക്ക് കുറച്ച് സീരിയസാ, നന്നായിട്ട് പനിക്കുന്നുണ്ട്. മോള് ഒന്ന് വന്ന് കയറ്. ശരണ്യ അലീനയുടെ അവസ്ഥയോർത്ത് മറ്റൊന്നും ചിന്തിക്കാതെ ആ വാനിൽ കയറുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ മുഖത്ത് ആരോ എന്തോ അടിക്കുന്ന പോലെ തോന്നാ. ബോധം മറിഞ്ഞ് ശരണ്യ പുറകിലോട്ട് വീഴുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശരണ്യ കോളേജിലേക്ക് പോയതായിരിക്കുമെന്ന് അവളുടെ അമ്മ കരുതുന്നത്. ഈ പെണ്ണെന്താ മൊബൈൽ ഫോൺ കൊണ്ടുപോവാതെ പോയത്? ഇനിയിപ്പോ കോളേജിൽ ഫോൺ പറ്റില്ലെന്ന് അവൾ പറഞ്ഞു കാണിട്ടിരുന്നു. ചിലപ്പോ അതായിരിക്കാം അവൾ കൊണ്ടുപോവാത്തത് എന്ന് കരുതി ആ ഫോണുമായിട്ട് അകത്തേക്ക് അങ്ങ് പോവാണ്. ആ സമയം ശരണ്യാണെങ്കിലോ കോളേജ് വിട്ട് വരുന്ന സമയമായിട്ടും കാണുന്നില്ല കേട്ടോ. എത്രയായിട്ടും അവളെ കാണുന്നില്ല. അങ്ങനെ ആ സമയം അമ്മ അങ്ങനെ ടെൻഷനോട് നിൽക്കും. അവള് ശരണ്യമോൾ എന്താ വരാത്തത്? ലാസ്റ്റ് ബസ്സും പോയല്ലോ, അവളെ കാണുന്നില്ലല്ലോ. എടാ അപ്പു, നീ അവളെ ഒന്ന് തെരഞ്ഞു പോ. അങ്ങനെ ബസ് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് അവർ നോക്കുന്നുണ്ടെങ്കിലും നേരെ സദ്യയായിട്ടും ശരണ്യെ കാണുന്നില്ല. അവൾ കോളേജിലേക്ക് എത്തിയിരുന്നു. കോളേജിൽ അന്വേഷിക്കുന്ന സമയത്താണ് ശരണ്യ ഇന്ന് കോളേജിലേക്ക് വന്നിട്ടില്ല എന്ന കാര്യം അവരറിയുന്നത്. അവരാകെ വെപ്രാളപ്പെടുന്നുണ്ട്. ഇതിലേക്കൊരു കോള് വന്നിട്ടുണ്ട്. ആ കോള് മോൾ അറ്റൻഡ് ചെയ്തിരുന്നു. അലീന എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു എന്ന് അവളുടെ അമ്മ അച്ഛനോട് പറയുമ്പോ, അങ്ങനെയാണെങ്കിൽ അലീന ഒന്ന് വിളിച്ചു നോക്കെന്ന് പറയാണ്. അങ്ങനെ അലീനയെ വിളിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് അലീന കോൾ എടുക്കാട്ടോ. മോളെ, നീ ഇന്ന് ശരണ്യ മോളെ വിളിച്ചിരുന്നോ? ഇല്ലല്ലോ അമ്മേ. എന്താ കാര്യം? ശരണ്യ രാവിലെ പോയതാ കോളേജിലേക്ക്, പക്ഷെ കോളേജിലേക്ക് എത്തിയില്ലെന്നാ പറയുന്നത്. ഇത്രയും സമയമായിട്ട് അവൾ തിരിച്ചു വന്നില്ല. അയ്യോ, അവൾ ഇതെവിടെ പോയി? ശരണ്യെ ഓർത്ത് അലീനയും ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. അങ്ങനെ അലീന അവിടുന്ന് മനുവിനെയും രോഹിത്തിനൊക്കെ വിളിക്കാണ്. ശരണ്യെ കാണാനില്ലെന്ന് പറഞ്ഞോണ്ട്. ആ ഹരിശങ്കർ അവിടെ തന്നെ ഉണ്ടോന്ന് നോക്കുന്നത് നല്ലതാ. ആ സമയം ഹരിശങ്കർ ആണെങ്കിലും വീട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാവൂട്ടോ. ശരണ്യെ ഒരു കെട്ടിടത്തിൽ അവരെല്ലാവരും കൂടെ ബോധം കെടുത്തിയതായിരിക്കാം. അതിനുശേഷം വീട്ടിലേക്ക് വരുന്നതാണ് ഇവർ ചെയ്യുന്നത്. ഹരിശങ്കർ ദേ റൂമിലുണ്ട്. അവനെ ചോദ്യം ചെയ്യാൻ മനസ്സിലാവും ശരണ്യ എവിടെയുണ്ടെന്ന കാര്യം. 2-3 ദിവസം മുമ്പ് ശരണ്യയുടെ വീടുമുറ്റത്ത് വന്ന് അവൻ അവളെ ദേഷ്യത്തിൽ നോക്കുന്നതൊക്കെ അവർ കണ്ടിരുന്നു. ആ സമയം തന്നെ മനു ഫോൺ കട്ട് ചെയ്തിട്ട് ഹരിശങ്കറിന്റെ റൂമിലേക്ക് വരുന്നുണ്ട്. ശരണ്യ എവിടെയെന്ന് ചോദിക്കാം. ഇതിപ്പോ നല്ല കൂത്തായല്ലോ. അവൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് എന്നോടാണോ ചോദിക്കുന്നത്? അവളെ പോലെ ഒരു പെണ്ണ് എല്ലായിടത്തും പോവും. എടാ, നിന്നോടാ ചോദിച്ചത് ശരണ്യ എവിടെയെന്ന്. നിനക്ക് അവളോട് പകയുണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തേട്ടാ ഈ പറയുന്നത്? ഞാൻ അവളെ എവിടെ കൊണ്ട് ഒളിപ്പിക്കാനാ? എന്റെ റൂം കയറി നോക്ക്, അവൾ ഇവിടെ ഉണ്ടോ എന്ന്. ആ സമയം അവന് പറഞ്ഞതും തൽക്കാലത്തേക്ക് വിശ്വസിച്ചുകൊണ്ട് അവിടുന്ന് മനു ഇറങ്ങുന്നുണ്ട്.
അങ്ങനെ ശരണ്യ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അവിടെ പോലീസും നാട്ടുകാരൊക്കെ കൂടിയിട്ടുണ്ടാവും. എന്നാൽ ശരണ്യയെക്കുറിച്ച് മാത്രം ഒരു വിവരവും ഉണ്ടാവില്ല. പിറ്റേന്ന് രാവിലെ ഹരിശങ്കർ നേരെ ശരണ്യയെ ഒളിപ്പിച്ചു വെച്ച ആ വീട്ടിലേക്ക് പോവാണ്. ആ സമയം ശരണ്യയെ തന്റെ കയ്യും കാലൊക്കെ ബന്ധിച്ച നിലയിൽ ഒരു കട്ടിൽ കിടക്കുന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ണു തുറന്നു നോക്കുക, താൻ ആരെയോ കെടിയിൽ അകപ്പെട്ടതാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയം മുമ്പിലേക്ക് വന്ന ഹരിശങ്കറിന്റെ മുഖം കണ്ടതും അവൾ ഭയന്ന് വിറക്കുക. എടി, നീ എന്താടി കരുതിയത്? എന്നെ അങ്ങനെ മാനം കെടുത്തി ബലാസംഗ വീരനാക്കിയിട്ട് നീ അങ്ങ് നാട്ടിൽ സുഖിച്ച് നടക്കായിരുന്നില്ലടി. ഇനി നിന്നെ സുഖിപ്പിക്കാൻ നന്നായിട്ട് സുഖിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ ഡ്രസ്സുകളെല്ലാം വലിച്ചൂരുന്നുണ്ട്. അങ്ങനെ ശരണ്യ ഈ ഒരു 3 പേരും കൂടെ ചേർന്ന് മാറി മാറി പീഡിപ്പിക്കാണ്. ശരണ്യയുടെ ജീവന് ഇല്ലാത്ത ശരീരം ഒരു ജീവന് തുടിപ്പുണ്ട് എന്ന് മാത്രം, അല്ലാതെ മറ്റൊന്നുമില്ല. നീ ജീവനോടെ ഉണ്ടെങ്കിലല്ലേടി എൻ്റെ പേര് നീ പുറത്ത് പറയുള്ളൂ. അതിന് നിന്റെ ജീവൻ ഞാൻ ബാക്കി വെക്കില്ല. നിനക്ക് എന്നെ ഒറ്റി കൊടുക്കണമല്ലടി, നീ ഒറ്റി കൊടുക്കടി പോയിട്ട്. ഇനി നിന്റെ എല്ലാവരും കാണും. അങ്ങനെ ആ വീഡിയോ എല്ലാം പകർത്തുന്നുണ്ട്. അതിനുശേഷം ശരണ്യയുടെ ഒരു ചെറുജീവൻ മാത്രം, ഒരു ശ്വാസം മാത്രമേ ശരണ്യക്ക് ബാക്കിയുണ്ടാവൂ. അവളുടെ വീട്ടുപടിക്കൽ അവളെ ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ഇവർ 3 പേരും അവിടുന്ന് കടന്നു കളയാണ്. അവളുടെ അമ്മയോ അച്ഛനോ ഉറങ്ങാതെ തന്റെ മകൾ എവിടെ പോയെന്ന് അറിയാതെ കണ്ണീരോടെ കാത്തിരിക്കായിരിക്കും. ആ സമയത്ത് മുറ്റത്ത് പെരുമഴ പെയ്യുന്നുണ്ട്. അവിടെ ഒരു സ്ത്രീരൂപം കിടക്കുന്നത് ഗോപു കാണുന്നുണ്ട്. അയ്യോ, ചേച്ചിയാണല്ലോ എന്ന് പറഞ്ഞ് ഓടി വരികയാണ്. അങ്ങനെ അവരെല്ലാവരും എടുത്ത് ശരണ്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാട്ടോ. നേരെ ഒരു ശ്വാസം സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയും ഒരു അവസ്ഥയിലായിരിക്കും ശരണ്യ. അതിന് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ പരിശോധിച്ചപ്പോഴൊക്കെ ഈ പെൺകുട്ടി പീഡിക്കപ്പെട്ടുവെന്നും ബലാത്കാരത്തിന് ഇരയായിട്ടുണ്ടെന്ന കാര്യവും അവരെ അറിയിക്കാണ്. പോലീസും എല്ലാവരും വരുന്നുണ്ട്. ശരണ്യ സംസാരിക്കാതെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് ആരോടും തന്നെ തുറന്നു പറയാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ ചികിത്സയ്ക്ക് ശേഷം ശരണ്യ വീണ്ടും ജീവൻ തിരിച്ചു കിട്ടാട്ടോ. പക്ഷെ ശരണ്യയോട് പോലീസുകാരോ മറ്റാരും തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും ശരണ്യ ഒരക്ഷരം മിണ്ടുന്നില്ല. സകല പ്രതീക്ഷയും നഷ്ടപ്പെട്ട പോലായിരുന്നു അവൾ. അങ്ങനെ ശരണ്യയുടെ വീട്ടിലെത്തിയ വിവരം അലീനയും അറിയുന്നുണ്ട്. അലീന, മോളെ ശരണ്യ, നിനക്കൊന്നും നഷ്ടപ്പെട്ടില്ല. ഈ ചേച്ചി നിന്റെ അരികിലേക്ക് വരും. ഈ രാത്രിയിൽ എനിക്ക് ഓടി വരാൻ കഴിയില്ല. അതുകൊണ്ടാ മോളെ, ഈ അലീന ചേച്ചിക്ക് വേണ്ടി നീ അവിവേകൊന്നും കാണിക്കല്ലേ എന്ന് പറഞ്ഞ് അവളോട് ആശ്വസിപ്പിക്കുമ്പോൾ ശരണ്യ പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ ആ ഫോൺ അങ്ങ് വെക്കുന്നുണ്ട്. ആർക്കും ഒന്നും ചോദിക്കാനാവുന്നില്ല. അവൾ അണഞ്ഞുപോയൊരു ദീപമായിരുന്നു. വീണ്ടും വെളിച്ചം പകർന്ന് അവൾ പ്രതീക്ഷയുടെ ലോകത്തേക്ക് കൊണ്ടുവന്നത് അലീനയാണ്. അങ്ങനെ രാവിലെ അലീന അവളെ കാണാനായിട്ട് ഓടി വരുന്നുണ്ട്. എന്നാൽ വീട്ടിലെ ആൾക്കൂട്ടവും എല്ലാം കണ്ട് അവളുടെ അമ്മയുടെ കരച്ചിലെല്ലാം കാണുമ്പോൾ അലീനക്കാകെ ഭയം തോന്നി. എന്തോ ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അലീനയാണെങ്കിലോ നെഞ്ചെടുപ്പോട് കൂടെയാണ് അവിടേക്ക് വരുന്നത്. അന്നേരത്ത് ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരികയും അതിൽ സൂയിസൈഡ് ചെയ്ത നിലയിൽ നമ്മുടെ ശരണ്യെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ജീവൻ പോലും ബാക്കിയില്ല. ഇനി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോവുകയാണ്. അവളുടെ അമ്മ അലീനയെ കെട്ടിപ്പിടിച്ച് കരയാണ്. മോളെ, എല്ലാം വെറുതെ ആയില്ലേ എൻ്റെ മോള്? അവൾ പോയി. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും ആ മഹാപാപികൾ അനുഭവിക്കും. അതിന്റെ പിന്നിൽ ഹരിശങ്കറാണെന്ന കാര്യം അലീനക്ക് വ്യക്തമായി മനസ്സിലാകുന്നുണ്ടായിരുന്നു. തനിക്ക് വേണ്ടിയാണ് തന്റെ അനുജത്തി മരിച്ചുപോയെന്ന് അലീനക്ക് തോന്നാണ്. അവളുടെ ഫോണിലെ ആ കോൾ റെക്കോർഡാണ് ഓണാക്കിയതും അലീനയുടെ ചങ്ക് പൊട്ടിപ്പോവാണ്. അലീന ചേച്ചിക്ക് വയ്യാതെ ഹോസ്പിറ്റലാണെന്ന് കേട്ടപ്പോൾ അവൾ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടിയതാണെന്ന് അലീനക്കും മറ്റുള്ളവർക്കും മനസ്സിലാവാണ്. ഇതിന്റെ പിന്നിൽ ആരോ കളിച്ചിട്ടുണ്ട്. ആരായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക? ആ നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിലും കോൾ കണക്ട് ആവുന്നില്ല. അതൊരു ഫേക്ക് നമ്പറാണെന്നും പോലീസ് കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ശരണ്യയുടെ നിരോധനം, ശരണ്യയുടെ ആത്മഹത്യ അലീനയെ അത്രയോളം തകർത്തിരുന്നു. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അങ്ങനെ നേരെ അലീന കയറിപ്പോകുന്നത് അവിടെ കൊല്ലപ്പള്ളിയിലേക്കാണ്. അവിടെ ഹരിശങ്കറിനെ കാണണം. ആ ചെന്നായ തന്നെയാണ് അവളെ പിച്ചി ചീന്തി മരണത്തിന് ഇട്ടുകൊടുത്തെന്ന് അവൾക്ക് നല്ല ബോധമുണ്ടായിരുന്നു. അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മുമ്പിൽ ഒരുമാതിരി ചിരിയുമായിട്ട് അവിടെ ഹരിശങ്കർ നോക്കി നിൽക്കണ്ടെന്ന് താൻ വിജയിച്ച മട്ടിൽ തന്നെ ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അലിനക്ക് മനസ്സിലാവാണ് ഇപ്പൊ താൻ തൽക്കാലമായിട്ട് രക്ഷപ്പെട്ടു.
പക്ഷേ യഥാർത്ഥ കൊലയാളി താനാണെന്ന് ഈ ലോകം മുഴുവൻ അറിയും. നിന്നങ്ങനെ നിയമത്തിന് വിട്ടുകൊടുക്കില്ലടാ. നിന്നെ കുത്തിക്കീറുന്ന ഒരു ദിവസം വരും. അത് ചെയ്യുന്നത് ഈ അലീന ആയിരിക്കില്ല, ശരണ്യയുടെ അമ്മയും അച്ഛനും തന്നെ ആയിരിക്കും. ഈ മഹാപാപം നീ എവിടെ കൊണ്ടുപോയി കളയും? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹരിശങ്കർ നേരെ വിരൽ ചൂണ്ടുന്നത് കണ്ടോണ്ടാണ് അവിടേക്ക് കമല വരുന്നത്. എന്താടി, എന്റെ മോനെ നീ ഭീഷണിപ്പെടുത്താണോ? ആ മോനെ വളർത്തിയ ഗുണം നല്ല കണ്ടില്ലേ? ഒരു പാവം പെൺകുട്ടിയെ ആത്മഹത്യക്ക് മുമ്പിലേക്ക് ഇട്ടുകൊടുത്തതും ഇവൻ തന്നെയാ. ഇവനും ഇവന്റെ കൂട്ടാളികളും കൂടി ചേർന്ന അവളെ ട്രാപ്പിൽ പെടുത്തി വീണ്ടും ബലാകാരം ചെയ്തത്. ഇത് കേട്ട കമലക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. നീ കണ്ടോടി, എന്റെ മകൻ എന്റെ കൂടെ ഈ വീട്ടിലുണ്ടായിരുന്നു. ആര് പറഞ്ഞു ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന്? പക്ഷെ എല്ലാ തെളിവുകളും വരും അന്നേരം ഇയാൾ തീരും. അമ്മയും മകനും സൂക്ഷിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് അലീന അവിടുന്ന് പോകുന്നുണ്ട്. അലീന തന്റെ കാറിൽ കയറിയതും നെഞ്ചു പൊട്ടുന്ന പോലെ കരയാണ്. സ്റ്റാലിൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോരോ വിധിയില്ലേ മോളെ, ഇതിന്റെ പേര് നീ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? അവളെ ജീവിതത്തിൽ നിന്ന് ഞാൻ തിരികെ കൊണ്ടുവന്നതായിരുന്നു. ഒരു ഡോക്ടർ ആവണമെന്ന അവളുടെ പ്രതീക്ഷ. പക്ഷേ എല്ലാവരും കൂടെ ചേർന്ന് അത് തല്ലിക്കെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് അലീന വിതുമ്പി കരയാണ്.